അമൃത്സറിലെ ഹോട്ടലിൽ കഴിച്ച ഫുഡ് പിടിക്കാനായിട്ട് കൊണ്ടുവന്ന് ഭയങ്കര ഛർദിയായിട്ട് നമ്മൾ അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തു. ഇഞ്ചക്ഷൻ ഹൈജീനൊക്കെ കുറച്ച് ഡൗട്ട്ഫുള്ളാണ്. കൊണ്ടുവന്ന് നല്ല ക്ഷീണമുണ്ട്. യുക്കുവിന് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ട്രെയിനിൽ നമ്മൾ തിരിച്ച് ഡൽഹിയിലേക്ക് വരികയാണ്. എല്ലാവരും ടയേർഡാണ്. ആകെ ഈ സമയത്ത് AC കമ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ സമയം നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടു. നമ്മൾ ഡൽഹി എത്താറായി. ഇതിനു മുന്നേ ഉള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് മൊത്തം പാടങ്ങളായിരുന്നു. കടുകിൻ്റെത്, സൂര്യകാന്തിൻ്റെത്, ചീര, ഗോതമ്പ്, അങ്ങനെ നിറയെ പാടങ്ങളായിരുന്നു. ഡൽഹി എത്തുമ്പോൾ ആ സ്ഥിതി മാറി. നമ്മളിപ്പോൾ നിസാമുദ്ദീൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ്. അവിടെ നിന്ന് TV ഒക്കെ കണ്ട് റെസ്റ്റ് എടുക്കുകയാണ്. ഫുഡ് ശരിയാവാത്തതിന് ക്ഷീണം എല്ലാവരിലും ഉണ്ട്. നമ്മൾ അടുത്തുള്ള ഒരു മലയാളി ഹോട്ടലിൽ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് ചോറൊക്കെ ഉണ്ട്. അപ്പോഴാണ് കുറച്ചൊരു സമാധാനമായത്. പിറ്റേന്ന് രാവിലത്തെ എറണാകുളം സ്പെഷ്യൽ ട്രെയിനിലാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അത് നിസാമുദ്ദീൻ എന്നാണ് ആ ട്രെയിൻ ഉള്ളത്. അത് ഡിലേ ആണ് എന്ന് കണ്ടു. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് എണീച്ചാൽ മതി. ഇതിപ്പം നമ്മൾ വെള്ളിയാഴ്ച രാവിലെയാണ് നമ്മൾ ട്രെയിന് കയറിയത്. ഇത് എത്തുക ശനിയാഴ്ച രാത്രിയാണ് എത്തുക. ട്രെയിൻ ഡിലേ ആയതുകൊണ്ട് കുറച്ചും കൂടി ലേറ്റാകും. ഈ ഫാമിലി ഗോവയിൽ നിന്ന് കയറിയതാണ്. യുക്കുവായിട്ട് ഭയങ്കര കമ്പനിയായി. ആൻഡ്രിയൻ്റെയും ഏബിളിൻ്റെയും കൂടെയുള്ള യുക്കുവിൻ്റെ നൃത്യങ്ങളായിരുന്നു പിന്നീട്. പിന്നെ തലശ്ശേരിയിൽ നിന്നുള്ള ഒരു ഉമ്മേനെയും ഒരു ചേട്ടനെയും നമുക്ക് കിട്ടി. അങ്ങനെ കണ്ണൂർ നമ്മൾ എത്തി. ട്രെയിൻ പുറപ്പെടാൻ തന്നെ ലേറ്റ് ആയതുകൊണ്ട് വൈകുന്നേരം 6 മണിക്ക് എത്തേണ്ട ട്രെയിന് 12:30 എത്തിയത്. എന്തായാലും പിറ്റേന്ന് വീട്ടിലെത്തി നല്ലൊരു പാലപ്പവും ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിനും വയറ്റിനും ഒക്കെ ഒരാശ്വാസമായത്.